പക്ഷെ നമുക്ക് റോഷനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇല്ല. ഹായ് മോനു, നീ ഇപ്പോൾ പഴയ നാടകങ്ങളിൽ നിന്നും ഉയർന്ന സിനിമയുടെ ഒരു ലോകത്ത് എത്തിയിരിക്കുകയാണ്. നിൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? പണ്ട് സ്കൂളിൻ്റെ അവധിക്കാലത്ത് അച്ചാച്ചൻ കഥകൾ പറഞ്ഞു തന്ന ഒരു ഓർമ്മ, അതിലേക്ക് നമുക്കൊന്ന് പോയാലോ? അച്ചാച്ചൻ്റെ തോളിൽ കിടന്നും മടിയിലിരുന്നും പഴയ കഥകൾ കേട്ട്, കഥകൾ കേൾക്കുക മാത്രമല്ല അച്ചാച്ചൻ അഭിനയിച്ച് കഥകൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. ഷേക്സ്പിയറിൻ്റെ കൃതികൾ പോലും അഭിനയിച്ച് കാണിച്ച് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരുന്ന ആ ഒരു കാലം, അത് നിന്നെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? നിൻ്റെ ഇപ്പോഴത്തെ അഭിനയ ജീവിതത്തിൽ അതിൽ നിന്ന് നിനക്ക് എന്ത് പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? റോഷൻ്റെ അമ്മയാണ് ഉണ്ടോ? അപ്പോൾ ഈ റോഷൻ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കഥകൾ കേൾക്കുന്ന ആളാണ്. ഇപ്പോൾ കഥകൾ പലരെക്കുറിച്ചും പ്രചരിപ്പിക്കുന്നത് വെറുതെ അല്ല എന്നാണ് റോഷനെ കുറിച്ച്. ഞാൻ ചെയ്തിട്ടുള്ള നല്ല കാര്യം എല്ലാം വന്നിട്ടുള്ളത് അച്ചാച്ചനെന്നാണ്. എനിക്ക് 4 വയസ്സുണ്ടായിരുന്നപ്പോഴത്തേക്ക് അച്ചായൻ മരിച്ചുപോയി. അമ്മ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ 4 കൊല്ലത്തിനിടയിൽ സംഭവിച്ചതാണ്. അപ്പം ഞങ്ങൾ 10 കസിൻസ് ഉണ്ട് ആലുമൂട്ടിലെ വീട്ടിൽ, അതായത് അമ്മയുടെ സൈഡിൽ. അച്ചായൻ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു, ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു, ഡയറക്ടറായിരുന്നു, ഒരു ട്രാൻസ്ലേറ്റർ ആയിരുന്നു. കൂടാതെ അച്ചായൻ തന്നെ എഴുതിയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹി വാസ് എവ്രിതിങ്. ചങ്ങനാശ്ശേരിയിലൊക്കെ ഇപ്പം ചെന്നാലും എ അഗസ്റ്റിൻ എന്നുള്ള പേര് പറഞ്ഞാൽ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ എൻജിനീയറിംഗ് ഒക്കെ വിട്ട് പതുക്കെ നാടകങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് 10 പേരിൽ അവസാനത്തവനായിരുന്നു നീയും കൂടി ഈ വഴിക്ക് പോയില്ലെങ്കിൽ വേറെ ആരും ഇല്ല, ആരെങ്കിലും ഒരാളെങ്കിലും പോകണ്ടേ എന്നുള്ളത്. അപ്പം ഞാൻ ഈ വലുതായിക്കൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ ചേച്ചിയിൽ നിന്നും പിന്നെ എൻ്റെ കസിൻസിൽ നിന്നൊക്കെ അച്ചായനെ പറ്റിയിട്ടുള്ള ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കിനും പുറത്തുള്ള ആൾക്കാർ, നാട്ടുകാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നൊക്കെ കേട്ടു തുടങ്ങി. അങ്ങനെ അച്ചായനിൽ നിന്ന് കേട്ടിട്ടുള്ള കഥകളൊക്കെയാണ് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ. നമുക്ക് എല്ലാവരും ചോദിക്കുള്ളൂ ഒരു മോഡൽ പേഴ്സൺ ഉണ്ടോ, ആരെങ്കിലും ഒരാളുണ്ടോ ഇൻസ്പയർ ചെയ്യുന്ന? അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അച്ചായൻ തന്നെയാണ്. അമ്മച്ചിന്ന് ഇപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടെ അച്ചായനെ പറ്റിയും ആ വീടിനെ പറ്റി ഒരു ബുക്ക് എഴുതുന്നു. ഈയിടെ ഇവിടെ വെച്ച് ഒരു ഓപ്പൺ എയർ ഫിലിം സ്ക്രീനിങ്ങിന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാൻ പോയിരുന്നു. പക്ഷെ അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സിനിമ ഡേർട്ടി ഡാൻസിങ് ആയിരുന്നു. നീ ആദ്യമായി ഒരു പ്രൊഫഷണൽ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ കൂടെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത പ്ലേ, അതിലെ ഒരു ക്യാരക്ടറായിരുന്നു. അന്ന് ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മൊത്തം ഓർത്തത് നിന്നെ പറ്റിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് നീ ഫിലിം ഫീൽഡിൽ ആദ്യമായി അഭിനയിക്കുന്ന ഒരു സമയത്ത് ഒത്തിരി ആശങ്കകളും പ്രതീക്ഷകളും ഒക്കെ ഉള്ള ഒരു സമയത്ത് നിന്റെ സ്വപ്നങ്ങളെ പറ്റിയും ആഗ്രഹങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു. നീ എന്നോട് അന്ന് പറഞ്ഞത്, കുക്കുച്ചി, എനിക്ക് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വലിയൊരു സ്റ്റാർ ആവുന്നതിനേക്കാളും ഉപരി മീനിങ് ഫുള്ളായ ആൾക്കാർ ഓർത്തിരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന സിനിമ കൊണ്ടുവരണം, അതാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് നീ പറഞ്ഞ്. നിന്റെ ആ ഒരു ഹ്യൂമിലിറ്റി, ആ ഒരു നിന്റെ ഫീൽഡിനോടുള്ള ആ ഒരു ആത്മാർത്ഥത, അതാണ് എനിക്ക് നിന്നിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്വാളിറ്റി. ഒരുപാട് പേരുടെ പേട്രണേജിലാണ് റോഷൻ വളർന്നിരിക്കുന്നത്. അയ്യോ, ചേച്ചി ഒന്ന് ഇവരാരും അല്ല. ചേച്ചി ഞാൻ വളർന്നു വരുന്ന ടൈമിലൊക്കെ ഭയങ്കര ഒരു ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു ഫിഗർ ആയിരുന്നു ആക്ച്വലി. കാരണം ഞങ്ങൾ തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ കുഞ്ഞിലെ അഫ്കോഴ്സ് നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്കിനുള്ള അടി, തല്ല്, ബഹളം എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞൊരു ടൈം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ രണ്ടുപേരും 2 മുറിയിലായി. ലിറ്ററലി ഞങ്ങളൊരു കുറച്ചുകൂടി വലിയൊരു വീട് വെച്ച് മാറി കഴിഞ്ഞപ്പോൾ മുതൽ രണ്ടുപേരും അവരവരുടെ മുറിയിൽ കഥ അടച്ചിരിക്കുന്ന ഒരു ടൈം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ കോളേജിലേക്ക് പോയി, ഞാൻ വേറെ പല കോളേജുകളിലും പല വഴിക്കും ഒക്കെ ആയി. അവൾ പലയിടത്ത് ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കലും ഒരു സിറ്റിയിലായിട്ട്. റോഷൻ, നീ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കാലം ഓർക്കുന്നുണ്ടോ? കുസാറ്റിൽ 1ാം വർഷ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം നീ എന്നോട് പറഞ്ഞു, അങ്കിളെ, ഞാനിനി ഇതിന് കണ്ടിന്യൂ ചെയ്യുന്നില്ല, എഞ്ചിനീയറിംഗ് നിർത്തുകയാണ്, BSc ഫിസിക്സിന് ജോയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. മനസ്സോടെ നിന്റെ ഈ തീരുമാനം ഞാൻ നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചു. നീ അതിനുശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ BSc ഫിസിക്സിന് ജോയിൻ ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞു നീ ഫിസിക്സ് റിസർച്ചും ഒന്നുമല്ല, ഫിസിക്സ് പഠനമൊന്നുമല്ല, നീ അവിടെ സിനിമയിലും നാടകത്തിലും ഒക്കെ അഭിനയിച്ച് നടക്കുകയാണെന്ന്. പക്ഷെ നീ ഈ കഥകളൊക്കെ ഓർക്കുന്നുണ്ടോ?
എന്നെയും എല്ലാവരെയും പറഞ്ഞ് വിഡ്ഢികളാക്കിയ ഒരു കഥ. ആ കഥയൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സണ്ണി അങ്കിൾ എന്റെ അങ്കിളാണ്. റോഷന്റെ ഈ കുരുത്തക്കേടെല്ലാം പ്രോത്സാഹിപ്പിച്ചത് സണ്ണി അങ്കിളുടെ വീട്ടിലായിരുന്നു. ഞാൻ കുസാറ്റി പഠിക്കുന്ന സമയത്ത് ഈ ഹോസ്റ്റലിൽ വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വിമിഷ്ടമൊക്കെ ആകുമ്പോൾ സണ്ണി അങ്കിളുടെ വീട്ടിലേക്ക് വരും. അവിടെ 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഉണിച്ചിറയിലാണ് അവർ താമസിക്കുന്നത്. ആഴെടുത്ത് അമ്മയടുത്തൊക്കെ ആദ്യം എഞ്ചിനീയറിംഗ് കിട്ടിയെന്ന കാര്യം പറയുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് നെഞ്ചടിച്ചു തുടങ്ങും. സണ്ണി അങ്കിളുടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ആ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഞാൻ സത്യമായിട്ട് ഞാൻ കുസാറ്റിൽ നിന്ന് BSc പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ഫിസിക്സിൽ റിസർച്ച് ചെയ്ത് DRDOയിലൊക്കെ കയറണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിരുന്നു. ഒരിക്കലും നാടകം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമല്ല. അതൊക്കെ അവിടെ ചെന്നിട്ട് മാറി.